ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും, നമസ്കാരം. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU ചരിത്രം രചിക്കുകയാണ്. STU at 69 പോരാട്ടം, മുന്നേറ്റം, അതിജീവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട് ചരിത്രം രചിക്കുകയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന ചരിത്ര സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ ഏവരെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നീണ്ട 69 വർഷം തികയുന്ന ഈയൊരു ട്രേഡ് യൂണിയൻ സംഘടന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി വിഭാഗമായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നുള്ള നിലക്ക് നീണ്ട 69 വർഷം തികയുമ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാതെ പതിറ്റാണ്ടുകൾക്കപ്പുറം കോഴിക്കോട്, ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് വീണ്ടും സാക്ഷിയാകുകയാണ്. കോഴിക്കോട് നിന്നും കൈവണ്ടി തൊഴിലാളിയുമായി തുടക്കം കുറിച്ച് മർഹൂം സീതി സാഹിബിലൂടെ ഒരുപാട് ചരിത്ര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ മർഹൂം സീതി സാഹിബിലൂടെ തുടക്കമിട്ട് വളരെ വിപുലമായി അതിശക്തമായ ഒരു തേരോട്ടമായി 40ഓളം അവാന്തര വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെ കൃത്യതയോടുകൂടെ ശക്തമായി പ്രതിഷേധിച്ച് മുന്നേറുന്ന ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU എന്നുള്ളത്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പടിക്കൽ 3 ദിവസം തുടർച്ചയായി രാപ്പകൽ സമരം നടത്തി ചരിത്രം രചിച്ച ഒരു മുന്നേറ്റ സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU എന്നുള്ളത്. അതോടൊപ്പം തന്നെ കളക്ട്രേറ്റ് പടിക്കലും ജില്ലാ തലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ, ചരിത്ര പ്രതിഷേധങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തിയ ഒരു സംഘടന എന്നുള്ള നിലക്ക് ഈ കൃത്യമായി തന്നെ നീണ്ട 10 വർഷത്തോളമായി പ്രതിപക്ഷ നിരയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU എന്നും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. എന്നാൽ അതിൻ്റെ ചരിത്ര സമ്മേളനമാണ് ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട് നടക്കുന്നത്. ഫെബ്രുവരി 1 നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം രചിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2 ലക്ഷത്തിലധികം ആക്റ്റീവ് മെമ്പർമാർ വർക്ക് ചെയ്യുന്ന ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കൃത്യമായും കോഴിക്കോട് കടപ്പുറത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട്, കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് നീലപ്പതാകയുമേന്തി നീലക്കടലായി കോഴിക്കോട് കടപ്പുറം ഫെബ്രുവരി 1 നീലക്കടലായി 10,000-കണക്കിന് തൊഴിലാളികൾ അണിനിരക്കുന്ന ശക്തമായ പോരാട്ടമായി STU ചരിത്രം രചിക്കുകയാണ്. ആ മഹൽ സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രിയ നായകൻ അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഈ ട്രേഡ് യൂണിയൻ സംഘടന, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ജനറൽ സെക്രട്ടറി KPM അഷ്റഫ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട സഹഭാരവാഹികൾ കൃത്യമായി നേതൃത്വം നൽകുന്ന ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ചരിത്രം രചിക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്ത്. ആ സമ്മേളനത്തിലേക്ക് ഞങ്ങളും വിവിധ യൂണിറ്റുകളിൽ നിന്ന് അവിടെ എത്തുമ്പോൾ നിങ്ങളും ഉണ്ടാവണമെന്ന് വിനീതമായി ഒരു എളിയ സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്ക് ഏറെ അഭിമാന നിമിഷമാണ് ഈ ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ. 3 പതിറ്റാണ്ടോളമായി സംഘടനയ്ക്ക് കീഴിൽ ഒരു ചെറിയ പ്രവർത്തകനായി അണിനിരന്ന് സംഘടനയ്ക്ക് കരുത്തേകി നമ്മുടെ ജീവിതം ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു സംഘടന എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ഈ ഒരു ചരിത്ര സമ്മേളനത്തിൽ പങ്കാളിയാവുക എന്നത് ജീവിതത്തിൽ സ്വപ്നതുല്യമായ ഒരു അവസരമാണ്.
എന്നെപ്പോലുള്ളവർക്ക്. ഏതായാലും ചരിത്ര സമ്മേളനം നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ്, പ്രിയങ്കരനായ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ്, ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ സാഹിബ്,